വിഴിഞ്ഞം തുറമുഖ തട്ടിപ്പ് പ്രതിക്കെതിരെ ഗുരുതര ആരോപണവുമായി തെന്നിന്ത്യൻ നടി നേഹ സക്സേന. നിരവധി സ്ത്രീകളെ സൽമാനുൽ ഫാരിസ് സാമ്പത്തിക തട്ടിപ്പിന് ഇരയാക്കിയെന്നാണ് വെളിപ്പെടുത്തൽ. തന്നെയും സാമ്പത്തികമായി കബളിപ്പിക്കാൻ ഇയാൾ ശ്രമിച്ചു. ദുബായ് രാജാവിന്റെ മകനെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പെന്നും നേഹ പറയുന്നു. അതേസമയം തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ സൽമാനുൽ ഫാരിസിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി മറയാക്കി 300 കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയാണ് സൽമാനുൽ ഫാരിസ്. സിനിമാ താരങ്ങളെയും ചതിക്കുഴിയിൽ വീഴ്ത്താൻ സൽമാൻ ശ്രമിച്ചതായാണ് തെന്നിന്ത്യൻ നടി നേഹ സക്സേന വെളിപ്പെടുത്തിയത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയാണ് ഇയാൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നത്. പ്രിൻസ് റിയാൻ സൽമാൻ ബിൻ സെയ്ദ് അൽ മക്തൂം എന്നായിരുന്നു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. ഒരു ബ്രാൻഡിന്റെ പരസ്യത്തിൽ അംബാസഡർ ആകണമെന്ന് മെസ്സേജിൽ ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് ഇയാൾ ഫോണിൽ വിളിച്ചപ്പോൾ ഒരു അറബി സംസാരിക്കുന്ന പോലെയല്ല സംസാരിച്ചത്. 4 ദിവസത്തിന് ശേഷം സൽമാനുൽ ഫാരിസ് എന്നയാൾ ബോസിന് വേണ്ടിയെന്ന് പറഞ്ഞ് ബന്ധപ്പെട്ടു. അയാളുടെ സംസാരത്തിൽ നിന്നും പ്രിൻസ് റിയാനും സൽമാനുൽ ഫാരിസും ഒരാളാണെന്ന് മനസ്സിലായി. സൽമാനുൽ ഫാരിസിന്റെ ശബ്ദവും പ്രിൻസ് റിയാന്റെ ശബ്ദവും ഒന്നാണെന്ന് സ്ഥിരീകരിച്ചു. പിന്നാലെ മലപ്പുറം പോലീസിന് ഓൺലൈനായി പരാതിപ്പെട്ടുവെന്ന് സക്സേന പറയുന്നു. പോലീസ് അയാളുടെ വീട്ടിലെത്തി നടത്തിയ അന്വേഷണത്തിൽ സൽമാനുൽ ഫാരിസ് വിദേശത്താണെന്ന് കണ്ടെത്തുകയായിരുന്നു. നിരവധി സ്ത്രീകൾ ഇയാളുടെ തട്ടിപ്പിന് ഇരകളായതായി നേഹ വ്യക്തമാക്കുന്നു. തന്റെ സുഹൃത്തായ സ്ത്രീയിൽ നിന്ന് പണം തട്ടി, വ്യാജ അശ്ലീല വീഡിയോ വഴിയും ഭീഷണിപ്പെടുത്തി. പണം നഷ്ടമായ തന്റെ സുഹൃത്ത് ഭയന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെന്നും നേഹ പറയുന്നു. പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ മോർഫ് ചെയ്ത നഗ്നചിത്രങ്ങൾ ഇമെയിൽ വഴി അയച്ചു ഭീഷണിപ്പെടുത്തിയെന്നും നടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പേരിൽ 300 കോടി രൂപയുടെ വ്യാജ കരാറാണ് സൽമാനുൽ ഫാരിസ് നിർമ്മിച്ചത്. വ്യാജരേഖ കാണിച്ച് പലരിൽ നിന്നും പണം തട്ടിയെന്നാണ് കേസ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ ഡീപ്പ് വാട്ടർ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടുമായി ബന്ധപ്പെട്ട കരാർ തനിക്ക് ലഭിച്ചുവെന്നായിരുന്നു പ്രതിയുടെ അവകാശവാദം. വ്യാജ കരാർ രേഖ നിർമ്മിച്ചത് AI ഉപയോഗിച്ചെന്ന് സൽമാനുൽ ഫാരിസ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇയാളുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. വ്യാജരേഖ കൈമാറിയത് സുഹൃത്തിന് മാത്രമാണെന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ സൽമാനുൽ ഫാരിസ് കൂടുതൽ പേരെ തട്ടിപ്പിനിരയാക്കിയോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. കൂടുതൽ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾക്കായി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ ഉടൻ വാങ്ങും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.